അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളിന് ഉണ്ടാക്കിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ റെസിപ്പി ഇട്ടതിൻ്റെ കൂടെ ഞാൻ പുഡിങ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുമല്ലോ. അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി പായസമാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പായസം ഉണ്ടാക്കാനായി അരക്കപ്പ് സാവോനരി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 പഴുത്ത മാങ്ങ തോല് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച മാങ്ങയുടെ പ്യൂരി നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ മിക്സിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ആ പുളിപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് കേട്ടോ. പക്ഷെ ഇത് ഇല്ലാത്ത മാങ്ങ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങ തന്നെയാണ്, നല്ല കളറും ഉണ്ട്. എന്നാലും ഉണ്ടാവുമല്ലോ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ, അത് മാറിക്കിട്ടാനാണ്. ഇനി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ സാവോനരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാവോനരി കുക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാലിലും ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല മുത്ത് പോലെ ആയി കിട്ടും കേട്ടോ, പാലിലിട്ട് വേവിക്കുന്നതിനേക്കാളും. ഇനി ഇതാ ഒരു സോസ് പാനിലേക്ക് ഒരു പാക്കറ്റ് പാലും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാലിൽ നിന്നും ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പാൽ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായുടെ ഉള്ളിലുള്ള കുരു മാത്രം എൻ്റെ അടുത്ത് പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് ഈ കുക്ക് ചെയ്ത് വെച്ച സാവോനരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനും കൂടി പഞ്ചസാര കൂട്ടിയെടുത്താൽ മതിയിട്ട്. അപ്പം നല്ലതുപോലെ നമ്മുടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ മാങ്ങയുടെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, കാരണം പുളിയും പാലും കൂടി ആകുമ്പോൾ പിരിയുന്ന എല്ലാവർക്കും അറിയുന്നതല്ല. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഏലക്കായ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതാണ് ഞാൻ ആദ്യം കുരു ഇട്ട് കൊടുക്കാൻ കാരണം. ഇനി ഇതിലേക്ക് നമ്മൾ പായസത്തിലൊക്കെ താളിച്ചൊഴിച്ച് കൊടുക്കുന്ന പോലെ തന്നെ അണ്ടിയും മുന്തിരി ഇട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു അടിപൊളി പായസം തന്നെ ആയിരുന്നു കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ ഒരു ലൂസല്ല കേട്ടോ, നല്ല തിക്കിലായിട്ടുള്ളൊരു പായസമായിരുന്നു. കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നമ്മുടെ പുഡിങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മാങ്ങയുള്ള സീസണാണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.